ബാങ്ക് ഫ്രീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഫേക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ആളുകളെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പണം പല അക്കൗണ്ടുകളിലേക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പണം നഷ്ടപ്പെട്ട വ്യക്തിയുണ്ട്. ഫേക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് ആയതുകൊണ്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ പണം നഷ്ടപ്പെട്ട വ്യക്തി ബന്ധപ്പെട്ട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യപ്പെടുന്നതാണ് പോലീസിൻ്റെയും ബാങ്കിൻ്റെയും സഹായത്തോടുകൂടി. ഇതിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് 10,000 രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വന്ന പൈസ ഇയാൾക്ക് വന്നിട്ടുണ്ട്, അയാൾ അത് എനിക്കിടും. സ്വാഭാവികമായിട്ടും എൻ്റെ അക്കൗണ്ടും ഫ്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ ഈ പൈസ അല്ലാതെ വേറെ പൈസയും നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. ആ അക്കൗണ്ടും ഇത് ഫ്രീസ് ചെയ്യുന്നതോടുകൂടി ആ പൈസയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഡിസ്പ്യൂട്ട് എമൗണ്ട് മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യാവുന്നതാണ്.